എല്ലാ വർഷവും ഡിസംബർ 16 നടക്കുന്ന അത്ഭുതം ആവർത്തിച്ചു. ഇറ്റലിയിലെ നേപ്പിൾസിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജാനുവരിയസിന്റെ തിരുശേഷിപ്പായി സൂക്ഷിക്കുന്ന കട്ടപിടിച്ച രക്തം ദ്രാവകരൂപത്തിലാകുന്ന അത്ഭുതം വീണ്ടും സംഭവിച്ചു. 3-ാം നൂറ്റാണ്ടിൽ നേപ്പിൾസ് നഗരത്തിന്റെ മെത്രാനായിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനായിരുന്നു വിശുദ്ധ ജാനുവരിയൂസ്. ശിരച്ഛേദം ചെയ്യപ്പെട്ട വിശുദ്ധന്റെ രക്തം യൂസേബിയ എന്ന സ്ത്രീയാണ് കുപ്പിയിൽ ശേഖരിച്ചത്. വിശുദ്ധന്റെ നാമഹേതു തിരുനാൾ ദിനമായ സെപ്റ്റംബർ 19-നും മെയ് മാസത്തിലെ ആദ്യ ഞായറിന് മുൻപുള്ള ശനിയാഴ്ചയിലും വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഗ്നിപർവ്വത വിപത്തിൽ നിന്നും സംരക്ഷണം ലഭിച്ചതിന്റെ ഓർമ്മദിനമായ ഡിസംബർ 16-നുമാണ് ഈ അത്ഭുതം സംഭവിക്കാറുള്ളത്. ഈ വർഷം ഡിസംബർ 16 ചൊവ്വാഴ്ച നഗരത്തിലെ അസംഷൻ മേരി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന അത്ഭുതത്തിന് വിശ്വാസികളും സഭാ നേതൃത്വവും സാക്ഷികളായി. പ്രാദേശിക സമയം രാവിലെ 9:13-ന് അത്ഭുത പ്രതിഭാസം ആരംഭിച്ചുവെന്നും തുടക്കത്തിൽ രക്തം അർദ്ധദ്രാവകമായി പ്രത്യക്ഷപ്പെട്ടു എന്നും രാവിലെ 10:05-ന് പൂർണ്ണ ദ്രവീകരണം സംഭവിച്ചു എന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. ദേവാലയത്തിന്റെ അധ്യക്ഷനായ മോൺസിഞ്ഞോർ വിൻസെൻസോ ഡി ഗ്രിഗോറിയോയാണ് അത്ഭുത പ്രഖ്യാപനം വിശ്വാസികൾക്ക് മുൻപിൽ നടത്തിയത്. തുടർന്ന് പ്രദക്ഷിണമായി എല്ലാവർക്കും കാണാൻ കഴിയുന്ന വിധത്തിൽ തിരുശേഷിപ്പ് കൊണ്ടുപോയി. ശാസ്ത്രത്തിന് വിശദീകരണമില്ലാത്ത പ്രതിഭാസമായി ലോകത്തിന് അത്ഭുതമായി ഈ രക്തപരിണാമം വലിയ വിശ്വാസ സാക്ഷ്യമാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെയ്ഖന ന്യൂസ്.